കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി.കെ. രാഗേഷിന്റെ വീട്ടിൽ വിജിലൻസ് റെയ്ഡ്. കണ്ണൂർ ചാലാട്ടെ വീട്ടിലാണ് റെയ്ഡ് നടക്കുന്നത്. കോഴിക്കോട്ടെ വിജിലൻസ് യൂണിറ്റാണ് പരിശോധന നടത്തുന്നതും. നിഖിലുണ്ട് വിവരങ്ങളുമായി. നിഖിൽ, വിവരങ്ങൾ. അനധികൃത സ്വത്ത് സമ്പാദന പരാതിയുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ കോഴിക്കോട് വിജിലൻസ് യൂണിറ്റ് പി.കെ. രാഗേഷിന്റെ കണ്ണൂർ ചാലാട്ടെ വീട്ടിൽ റെയ്ഡ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. സമാന്തരമായി കണ്ണൂർ കോർപ്പറേഷൻ ഓഫീസിലും ഇന്ന് രാവിലെ റെയ്ഡ് നടത്തിയിരുന്നു. രാവിലെ 6:30 കൂടിയാണ് വിജിലൻസ് സംഘം രഹസ്യമായി ഈ പി.കെ. രാഗേഷിന്റെ വീട്ടിലേക്ക് എത്തുകയും റെയ്ഡ് ആരംഭിക്കുകയും ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു സംഘം കണ്ണൂർ കോർപ്പറേഷനിൽ നിന്നും വിവരങ്ങൾ തേടി. ഏതായാലും നിരവധി രേഖകൾ വിജിലൻസ് സംഘം പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. കൃത്യമായി അത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചതിന്റെ തെളിവുകൾ കണ്ടെത്താനാകുമോ എന്നൊരു പരിശോധനയാണ് വിജിലൻസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കണ്ണൂർ കോർപ്പറേഷന്റെ ഡെപ്യൂട്ടി മേയർ കൂടിയായിരുന്നു പി.കെ. രാഗേഷ്. ഒരു ഘട്ടത്തിൽ രാഷ്ട്രീയപരമായി രാഗേഷ് എടുത്ത തീരുമാനങ്ങളൊക്കെ വലിയ ചർച്ചയാവുകയും ചെയ്തതാണ്. UDF-നൊപ്പം കോൺഗ്രസുകാരനായിരുന്ന പി.കെ. രാഗേഷ് പിന്നീട് കോൺഗ്രസുമായി തെറ്റിപ്പിരിയുന്നു. പിന്നീട് LDF-ന് പിന്തുണ നൽകുന്നു. അങ്ങനെ ഡെപ്യൂട്ടി മേയർ ആകുന്നു. അതിനുശേഷം വീണ്ടും അവരുമായി അകലുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. നിലവിൽ രണ്ട് മുന്നണികളുമായും സഹകരിക്കാതെയാണ് കണ്ണൂർ കോർപ്പറേഷനിലെ കൗൺസിലർ എന്ന നിലയിൽ പി.കെ. രാഗേഷ് തുടരുന്നത്. കോർപ്പറേഷൻ നടപ്പിലാക്കിയ വിവിധ പദ്ധതികളുമായി ബന്ധപ്പെട്ട അഴിമതി ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ റെയ്ഡ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കണ്ണൂർ കോർപ്പറേഷന്റെ മാലിന്യ നിർമ്മാർജ്ജന പ്ലാന്റ്, ജലോറയിലെ മാലിന്യ നിർമ്മാർജ്ജന പ്ലാന്റ് ഉൾപ്പെടെയുള്ളവരുമായി ബന്ധപ്പെട്ട വലിയ അഴിമതി ആരോപണം ഉന്നയിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ആ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത്തരത്തിലൊരു വിജിലൻസ് റെയ്ഡ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. രാഗേഷിന്റെ വീട്ടിൽ ഇപ്പോഴും റെയ്ഡ് തുടരുകയാണ്. ശരി നിഖിൽ. കണ്ണൂർ കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി.കെ. രാഗേഷിന്റെ വീട്ടിൽ വിജിലൻസ് റെയ്ഡ്. നേരത്തെ തന്നെ അനധികൃത സ്വത്ത് സമ്പാദനം അടക്കം നിരവധി ആരോപണങ്ങൾ ഇദ്ദേഹത്തിനെതിരെ ഉയർന്നതിനൊപ്പം തന്നെ ഇദ്ദേഹത്തിന്റെ രാഷ്ട്രീയപരമായ പല നീക്കങ്ങളും വലിയ വിവാദങ്ങളും വലിയ ചർച്ചകളും ഒക്കെ ആയിരുന്നതാണ്. ഇപ്പോൾ റെയ്ഡ് പുരോഗമിക്കുകയാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു നിഖിൽ.